ചെങ്ങന്നൂരിൽ ടൂറിസ്റ്റ് ബസും കെ.എസ്.ആർ.ടി.സിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. വാഹനത്തിന്റെ ഫിറ്റ്നസും റദ്ദാക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടില്ലാത്തതിനാലാണ് ഈ നടപടിയെന്ന് അധികൃതർ പറഞ്ഞു. ഒരു ഹെവി കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ഹെഡ് ഓൺ കൊളീഷൻ നടന്നു. അതിൽ CCTVയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വസ്തുത, മുൻപിൽ പോയ മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്തതാണ് ഈ ഒരു അപകടത്തിന് കാരണമായി വന്നത്. രണ്ട് വാഹനങ്ങളുടെയും ഫ്രണ്ടുകളാണ് പരസ്പരം കൂട്ടിയിടിച്ചിട്ടുള്ളത്. ഈ കോൺട്രാക്ട് കാരേജ്, ഹെവി കോൺട്രാക്ട് കാരേജിലെ എമർജൻസി എക്സിറ്റ്, പെട്ടെന്ന് ഒരു അപകടമുണ്ടായാൽ യാത്രക്കാർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനമാണ് എമർജൻസി എക്സിറ്റ്. അത് വെൽഡ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഗൗരവപരമായ പ്രവൃത്തിയാണ് ആ കണ്ടത്. വളരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണ് അത് കണ്ടത്. യാതൊരു ഉത്തരവാദിത്വമില്ലാത്തതുമായ ഒരു പ്രവൃത്തി. അതുപോലെ തന്നെ റിയൽ വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. മെറ്റൽ കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു, മെറ്റൽ ബാർ കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അതുവഴിയും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇതിലെ പോകുന്ന എല്ലാ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളും ഞങ്ങൾ ഇനിയും പരിശോധിക്കും. ഒന്നുകൂടെ വളരെ കർക്കശമായ പരിശോധനയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ ഈ എമർജൻസി എക്സിറ്റ് ആരെങ്കിലും അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അങ്ങനെയുള്ള വാഹനങ്ങളുടെ എല്ലാം ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്യും. യാതൊരു തർക്കവുമില്ല. പിന്നെ രണ്ടാമത് വാഹനമെല്ലാം പണിതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്ത് ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. ഈ KSRTC വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് എന്തായാലും സസ്പെൻഡ് ചെയ്യും. കാരണം നല്ല ഹൈറ്റിലിരിക്കുന്നതാണ് ഡ്രൈവർ. ദൂരെ നിന്ന് വരുന്ന കാഴ്ച അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മുമ്പിൽ പോയതൊരു കൊച്ചു വാഹനമാണ്, ചെറിയൊരു കാറാണ്. നമ്മൾ ആ CCTV വിഷ്വൽസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുമ്പിൽ പോയത് ചെറിയ വാഹനമാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ മറു സൈഡിൽ കൂടെ അല്ലെങ്കിൽ കയറി വരുന്ന വലിയൊരു വാഹനത്തെ ഈ ഡ്രൈവർക്ക് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ എങ്കിലും ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന അത്രയും പേരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയും എതിരെ വരുന്ന വാഹനത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ പ്രാണനും യാതൊരു വിലയും കൽപ്പിക്കാതെയാണ്, അതിസാഹസമായിട്ടാണ് ഇദ്ദേഹം ഈ മറ്റു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് കയറിയത്. ഈ ഓവർടേക്ക് ചെയ്ത് കയറിയതാണ് ആ ഇടിക്ക് കാരണം. ആ ഒരു സമയം KSRTCയിലെ ഡ്രൈവർ ഒരല്പം മാനസിക പക്വത, ഒരല്പം വീണ്ടും വിചാരം, ഒരു ഇച്ചിരി യുക്തി, സ്നേഹം, ബോധം അന്നേരം അവിടെ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ അപകടം ഉണ്ടാവത്തില്ലായിരുന്നു. ഞായറാഴ്ച രാവിലെ 10:15 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ KSRTC ബസും വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ 66ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാഹനാപകടത്തെ തുടർന്ന് തിങ്കളാഴ്ച മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇരുവാഹനങ്ങളും പരിശോധിച്ചു. പരിശോധനയിൽ എമർജൻസി എക്സിറ്റ് വോൾഡ് ചെയ്ത നിലയിൽ ആണെന്നും പിറകുവശത്ത് ചില്ലുകൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് തകിടുകൾ വെച്ച് മറച്ചിരിക്കുകയാണെന്നും കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുവാനും തീരുമാനിച്ചതായി ചെങ്ങന്നൂർ ജോയിന്റ് RTO അറിയിച്ചു. അപകടത്തെ തുടർന്ന് ഹെവി കോൺട്രാക്ട് കാരേജുകൾ, ബസ്സുകൾ ഇനി മുതൽ പരിശോധന നടത്താൻ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ KSRTC ബസ്സിലെ പരിശോധന ഇനിയും നടക്കാനുണ്ടെന്നും അതിനുശേഷം തുടർ നടപടികൾ കൈക്കൊള്ളൂ എന്നും RTO അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.